നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ ഈ മുണ്ടും ഷർട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. ഓണക്കാലമൊക്കെ അടുത്ത് വരുന്ന കാരണം ഒരു ഓണം റിലേറ്റഡ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ സമയത്ത് ഞാനൊരു പായസത്തിൻ്റെ വീഡിയോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാനിപ്പം യൂട്യൂബ് ചാനൽ വീണ്ടും റീവാമ്പ് ചെയ്ത കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഓണക്കാലമൊക്കെ അടുത്ത് വരുന്നു. അപ്പോൾ ആ വീഡിയോ നല്ല രസമുണ്ടായിരുന്നു, എന്തുകൊണ്ട് അത് ഒന്നുകൂടി അപ്ലോഡ് ചെയ്തുവിടാണ്. അപ്പം ഞാൻ ഓർത്തു ആ പഴയ വീഡിയോ എടുത്തിരുന്നതിന് പകരം പുതിയതായിട്ടൊരു ഒരു ഫ്രഷ് ഒരു പുതിയ പായസമൊക്കെ ഉണ്ടാക്കി അത് ഇന്നത്തെ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പായസം മേക്കിംഗ് വീഡിയോ ആണെന്ന് ആദ്യമേ തന്നെ പറയാം. പായസമൊക്കെ കുടിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ഓണക്കാലം അടുത്ത് വന്നിരിക്കുന്ന കാരണം ഇനി അങ്ങോട്ട് പായസത്തിൻ്റെ ഒക്കെ സമയമാണല്ലോ. പായസം, സദ്യ, മുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ടൈമാണ്. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ വ്ലോഗിലേക്ക്, ഓണം സ്പെഷ്യൽ വ്ലോഗ് എന്ന് പറയാനും പറ്റില്ല, കാരണം ഓണം അടുത്ത് വരുന്നേ ഉള്ളൂ. ഓണത്തിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. ഓഫീസിലൊക്കെ ആണെങ്കിലും ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് ഞാൻ ഓണം വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ലെറ്റ്സ് ഗോ ആൻഡ് മേക്ക് സം പായസം. അപ്പോൾ വീണ്ടും നമ്മൾ എൻ്റെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്, നമ്മുടെ മാങ്ങാപ്പുളിശ്ശേരിക്ക് ശേഷം. അപ്പോൾ നമ്മുടെ പായസത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് ഇവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പായസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ ഐറ്റംസ് ഒന്നും വേണ്ട, കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റന്റ് പായസം മിക്സ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ: ഒന്ന് നമ്മുടെ ഇൻസ്റ്റന്റ് പായസം മിക്സ്, ദെൻ നമുക്കിത് സാധാരണ പാലിൽ മിക്സ് ചെയ്ത് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഡബിൾ ഹോഴ്സിന്റെ ഈ പുതിയ പ്രോഡക്റ്റിൻ്റെ അകത്ത് നമുക്ക് വെള്ളം തിളപ്പിച്ച് വെള്ളത്തിൽ ചെയ്താൽ മതി. നമുക്ക് കിസ്മിസ് വേണം, മുന്തിരിങ്ങ ആൻഡ് കാഷ്യൂ നട്ട്സ്, ഏലക്ക, അങ്ങനത്തെ ഒരു സാധനങ്ങളും വേണം, കാരണം ഇതിൻ്റെ അകത്ത് ഓൾറെഡി എല്ലാം മിക്സ് ചെയ്താണ് വരുന്നത്. ഇത് പൗഡേർഡ് ആണ്, എല്ലാം കൂടി മിക്സ് ചെയ്ത് പൗഡേർഡ് ഒരു ഫോമിലാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ ഓണം വരുന്നതോറും ആ ഒരു അഡ്വാൻസ്മെന്റ് വരുന്നതാണോ, എന്ത് എളുപ്പത്തിലാണല്ലോ. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് മിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മിക്സ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഇത്തവണ ഓണം മുതലും അത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് പൊടിച്ച് വെച്ചേക്കാണ്, ജസ്റ്റ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ അടുത്ത പായസം പായസം ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്നതും ഉണ്ട്, ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ചൂടുവെള്ളത്തിനകത്ത് ഇട്ട പായസം റെഡിയായിട്ട് വരുന്ന സംഭവം ഓൾറെഡി ഉണ്ട്. എന്തായാലും നമുക്ക് പായസം ഉണ്ടാക്കാൻ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ ജനറേഷൻകാർ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമുക്ക് നമ്മൾ പായസം റെഡിയാക്കാനായിട്ടുള്ള നോൺ സ്റ്റിക് ഈസ് റെഡി. ഇനിയിപ്പം സ്റ്റൗ ചൂടാക്കി സാധനം സെറ്റാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ പായസത്തിന്റെ മിക്സും വെള്ളവും കൂടി ഇതാക്കുന്നതിന് മുന്നേ ഈ കിസ്മിസും കാഷ്യൂ നട്ട്സ് ഒക്കെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തേക്കണം. കാരണം ലാസ്റ്റ് ആഡ് ചെയ്തെന്നുണ്ടെങ്കിലും ആദ്യം അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഞാൻ പായസം മിക്സ് വെള്ളമായിട്ട് സ്റ്റെർ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ആയുധം ഓണാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പച്ചട്ടിക്കകത്താണ് ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നെയ്യകത്ത്, അപ്പം നെയ്യ് ഞാനത് കുറച്ച് എടുക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം, തീ ഒന്ന് ഇച്ചിരി കൂട്ടി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇത് ഇരിക്കുന്നു ചെയ്യണോ. നെയ്യ് പെട്ടെന്നൊന്ന് ഉരുകി വരാനായിട്ട് ഒന്ന് ലോ ഫ്ലെയിം ചെയ്ത് മാറ്റി കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് സെറ്റായി വരും. അപ്പോൾ നെയ്യ് ചൂടായി കഴിയുമ്പം, നെയ്യ് ഫുള്ളൊന്ന് ഇതായി ഉരുകി കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കിസ്മിസും കാഷ്യൂ നട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കിസ്മിസ് കാഷ്യൂ നട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം. ഞാനിപ്പം ഇത്രയും നെയ്യ് മതിയായിരുന്നു എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഫുൾ അതിനകത്ത് മുങ്ങിക്കിടന്നേനെ. പക്ഷെ ഇത് നമ്മൾ അപ്പച്ചട്ടിക്കകത്താണ് ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെതായ ചെറിയൊരു ചലഞ്ച് ഉണ്ട്. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കൂള. ഇപ്പം ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആകുന്നതിന് വരെ നമ്മൾ ചെയ്താൽ മതി. അപ്പം ബ്രൗൺ കളർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറയുന്നത് കരിയാണെന്നാണ് തോന്നുന്നത്. ഇനി ബാക്കി അതിൻ്റെ തിരുന്നൊക്കെ ചൂടാക്കണം. നെയ്യ് ആവശ്യത്തിനകത്ത് കിടപ്പുണ്ട്.
അപ്പോൾ ആ നെയ്ക്കകത്ത് കിടന്ന് സാധനം ഫ്രൈ ചെയ്യിക്കണം. ഇപ്പം നമ്മുടെ ഉണക്കമുന്തിരിങ്ങയൊക്കെ സെറ്റായിരുന്നു, പക്ഷേ കാഷ്യൂ നട്ട്സ് കുറച്ചുകൂടി ഡൗൺ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആ കാഷ്യൂ നട്ട്സ് ആ നെയ്യിനകത്ത് വരുന്ന പോലെ സെറ്റാക്കി വെച്ചേക്കുക. അപ്പം ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പായസം മിക്സ് സെറ്റാക്കാനുള്ള പരിപാടികൾ നോക്കാം. നമ്മൾ നോൺ സ്റ്റിക്ക് ഓൾറെഡി ഇതാക്കി വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിനെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ വെള്ളം ആഡ് ചെയ്യും. 400 ml വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഏകദേശം 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി ഹൈ ഫ്ലെയിം ഇടാം, കാരണം വെള്ളം തിളച്ച് വരാനായിട്ട്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഈ നോൺ സ്റ്റിക്കിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു ഞാൻ പായസം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു അല്ലേ, 1 ഇയർ. ഇപ്പൊ വെള്ളം തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ പായസം മിക്സ് ആഡ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഡബിൾ ഹോൾസ് ഇൻസ്റ്റന്റ് പരിപ്പ് പ്രഥമൻ ചേർക്കുക. തുടർച്ചയായി ഇളകി 8 തൊട്ട് 10 മിനിറ്റ് നേരമോ അഥവാ പ്രഥമൻ ആവശ്യമായ കട്ടിയാകുന്നത് വരെയോ ചെറിയ ഇടത്തരം തീയിൽ തിളപ്പിക്കുക. അത്രയുള്ള പരിപാടി. അപ്പോൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ദൂരെയൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പായസം ഉണ്ടാക്കാൻ ഇതിനേക്കാളും വേറെ ഒരു എളുപ്പ വഴിയില്ല. ജസ്റ്റ് ആ കിസ്മിസും കാഷ്യൂ നട്ട്സ് ഒക്കെ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കുക, വെള്ളം തിളപ്പിക്കുക, നമ്മുടെ ഇൻസ്റ്റന്റ് പായസം മിക്സ് ആഡ് ചെയ്ത് സ്റ്റെർ ചെയ്തെടുക്കുക. പരിപാടി ചെയ്യുന്നു, പായസം മിക്സ് റെഡി. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി വരട്ടെ. ചൂടാക്കിയിട്ട് നമുക്കിത് ആഡ് ചെയ്യാം. നമ്മുടെ വെള്ളം ഏകദേശം നല്ലപോലെ വെട്ടി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ പായസം മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. വേണം കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെതാമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം, മാലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. നല്ല ഒരു ആ പായസത്തിന്റെ സ്മെല്ല് ഓൾറെഡി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ആ പൊടിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ പായസത്തിന്റെ അതേ നമ്മൾ ആ എങ്ങനെയാണോ ഒരു അടപ്രഥമം കഴിക്കുന്നത് അതിന്റെ അതേ സ്മെല്ലാണ് ആ പൊടിക്ക് തന്നെ. ആ പൊടിയായിട്ട് തന്നെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ വാരി തിന്നാൻ തോന്നും. ഇതിൻ്റെ അകത്ത് ഇട്ട് ഇളക്കുമ്പോഴത്തേനും നല്ല ആ ഒരു പായസത്തിന്റെ ആ സ്മെല്ല് വരുന്നുണ്ട്. ഓൾറെഡി വേണ്ടി 90% നമ്മുടെ പായസം റെഡി ആയെന്ന് പറയാം. ഇനിയൊന്നും നല്ലപോലെ ഇത് തിളച്ച് ഒന്ന് കുറുകി വരണം, അത്രേ ഉള്ളൂ. അപ്പൊ അതിൻ്റെ തിരുന്നുണ്ട് ഒന്ന് ഇതായിട്ട് വരട്ടെ, കട്ടിയായിട്ട് വരട്ടെ. ഇപ്പം 8 തൊട്ട് 10 മിനിറ്റ് വരെയാണ് ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം അതിന്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെ ചേഞ്ച് ആയി വരുന്നത് നോക്കാനിട്ട് അതനുസരിച്ച് നമുക്ക് തീ കുറയ്ക്കാം. ഇതിപ്പം എത്ര പേർക്ക് കുടിക്കാനുള്ള ഒരു പായസം എന്ന് ചോദിച്ചാൽ മേ ബി ഒരു 3 or 4 മാക്സിമം, അത്രേ ഉള്ളൂ കേട്ടോ. അതിനുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ. കാരണം 400 ml വാട്ടർ സ്റ്റെർ ചെയ്ത് വരുമ്പോൾ അല്ല 400 ml വാട്ടർ തിളപ്പിച്ച് ഇത് സെറ്റായി വരുമ്പോൾ എത്രത്തോളം കാണുന്നുള്ളത് അറിയാലോ. ഇതിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യണ്ട, ശർക്കര ആഡ് ചെയ്യണ്ട, ഒന്നും ആഡ് ചെയ്യണ്ട. എല്ലാം മിക്സ്ഡാണ് ഓൾറെഡി ഇതിനകത്ത്. നമ്മൾ ആ പൊടി അതേപടി ഇട്ടാൽ മതി. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ എന്ത് സൗകര്യമായിരുന്നില്ല പണ്ടത്തെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ രീതിക്കുള്ള ട്രഡീഷണൽ വേ ഓഫ് മേക്കിംഗ് പായസം ഇസ് ഡിഫറെന്റ്. കാരണം അതിന്റെ ഓരോ ഐറ്റംസും എടുത്ത് പൊടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിന് അതിൻ്റെതായ ഒരു എന്താ പറയുക ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനെക്കാളും. ഇതിപ്പോൾ ഭയങ്കര റെഡിമെയ്ഡ് മോഡേൺ ഇതായിപ്പോയി. പക്ഷെ നമ്മൾ പണ്ട് കാലത്തൊക്കെ പായസം ഉണ്ടാക്കുന്ന ആലോചിക്കുന്നത് നമ്മൾ ആ ഏലക്കൊക്കെ എടുത്ത് ഇടിച്ച് പൊടിച്ച് അങ്ങനെ അതിന്റെ ഓരോ ഐറ്റംസ് എടുത്തൊക്കെ ചെയ്യുന്ന ഒരു എന്താ പഴയകാല മെമ്മറി എന്നൊക്കെ പറയാം, നൊസ്റ്റാൾജിക്. ഇനിയിപ്പോ പോകുന്നതോടും അടുത്ത് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി പായസം റെഡിലി അവൈലബിൾ ആണ്. ഇതിപ്പം ഒരു 90% അഡ്വാൻസ്ഡ് വേ ഓഫ് മേക്കിംഗ് പായസം എന്ന് പറയാം. പക്ഷെ ശരിക്കും പറയാം 99% അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ റെഡിലി അവൈലബിൾ ആയിട്ട് വന്ന പായസം മിക്സ് എടുത്ത് തിളപ്പിച്ച വെള്ളത്തിനകത്ത് ആ പാക്കറ്റ് ഇട്ടാൽ തന്നെ പായസം പാക്കറ്റിന്റെ അകത്ത് തന്നെ റെഡി ആയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ജസ്റ്റ് സെർവ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ വരെ ഇന്നത്തെ ടെക്നോളജീസ് അവൈലബിൾ ആണ്. നമ്മുടെ പായസം ഏകദേശം റെഡിയായി വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല സാധനം തിളച്ചോണ്ടിരിക്കും. ഒന്ന് കുറച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്.
ടേസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോ ഓണപ്പായസങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോ പായസങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സദ്യ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്റെ പായസം അവസാനം കിട്ടുന്നുണ്ടാണ്. ഇപ്പം ഹിന്ദു വെഡിങ്സിനൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് സദ്യ ഉടുത്തി 4 തരം പായസം അല്ലെങ്കിൽ 3 തരം പായസം വെറൈറ്റി പായസം കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഹിന്ദു വെഡിങ്സിന് ഞാൻ പോകുന്നതിന്റെ ഒരു ഏക കാരണം എന്ന് പറയുന്നത് സദ്യയും അതിന്റെ അവസാനം കിട്ടുന്ന പായസം കഴിക്കാനായിട്ട്. അപ്പം എന്ത് ടൈപ്പ് ഓഫ് പായസം ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. അവസാനം ആ സദ്യയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ആ ഒരു പായസവും പിന്നെ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് മറ്റേ ബോളി യെല്ലോ കളറിലുള്ള ബോളി കൂട്ടിയുള്ള പായസം കഴിക്കാൻ തുടങ്ങി. നമ്മൾ എനിക്കൊന്ന് ട്രിവാൻഡ്രം വിട്ട് കഴിഞ്ഞാൽ ആ ബോളിയുടെ പരിപാടി ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഓഫീസിലൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവർ വരുന്നതിന് മുന്നേ വിളിച്ച് പറയും ബോളി ഉണ്ടെങ്കിൽ മേടിച്ച് വെച്ചൊക്കെ അവർ വരുമ്പോൾ ട്രൈ ചെയ്യണം. അങ്ങനെ എനിക്കൊന്ന് ലാസ്റ്റ് ഇയറൊക്കെ നമ്മളങ്ങനെ ഓണത്തിൻ്റെയൊക്കെ അങ്ങനെ RTO റിട്ടേൺ ടു ഓഫീസ് വെക്കുന്ന സമയത്താണ് നമ്മുടെ പുറത്തുള്ള ഫ്രണ്ട്സൊക്കെ ഓഫീസിൽ വരിക. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ ഇതവണ നമ്മുടെ മഹാബോളി ഈസ്റ്റ് ഫോർട്ടിലുള്ള മഹാബോളിന്ന് അടയല്ല നമ്മുടെ ബോളിയും പായസമൊക്കെ മേടിച്ച് അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ട്. ബോളി ഇല്ലെങ്കിലും പായസം എനിക്ക് ബോളി പക്ഷെ എനിക്ക് അത്ര വലിയ താല്പര്യമായിട്ട് ബോളി കൂട്ടി കഴിക്കണമെന്നൊന്നുമില്ല. പായസം ഇറ്റ്സെൽഫ് ഈസ് എനഫ് ഫോർ മീ. പിന്നെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഓണത്തിന്റെ സമയത്ത് അത് എന്ത് ടൈപ്പ് ഓഫ് പായസം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ പായസം ഭയങ്കര മധുരമായിരുന്നു. ഭയങ്കര മധുരം. അന്ന് എനിക്ക് ഞാൻ അന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല. രാവിലെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഈ പായസം ഉണ്ടായിരുന്നു. ആ പായസം ഞാൻ കുറച്ചധികം കഴിച്ചു. ആ കഴിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് എന്റെ തല വലിയ കറങ്ങാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഞാൻ സ്കൂളിൽ തന്നെ ഉറങ്ങി. പിന്നെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു പിറ്റേന്ന് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കുന്നത്. അമ്മാതിരി കിക്കായി പോയി എന്റെ മധുരം കാരണം. പായസം എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് പണ്ട് കാലത്തൊട്ടെ. ഇതിപ്പം ചെറുതായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു മുമ്പേ കുറച്ച് മുന്നേ നോക്കുമ്പോൾ ഭയങ്കര വെള്ളം പോലായിരുന്നു. ഇപ്പൊ ആ വെള്ളത്തിന്റെ ഒരു കൺസിസ്റ്റൻസി മാറി കുറച്ച് കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇതിലൊരു പറഞ്ഞിരിക്കുന്നതും ആ കുറുകി വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം നമുക്ക് എങ്ങനെയാണോ പ്രഥമൻ ഇരിക്കേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് നമ്മുടെ കിസ്മിസ് ഒക്കെ ആഡ് ചെയ്ത് പായസം സെറ്റ് ആക്കി എടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പായസം ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സാധനം എളുപ്പത്തിൽ ഉണ്ടാക്കാമെങ്കിലും ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഒരു 5-6 പേർക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ തികയില്ല. ഇത് ചെറിയ ഗ്ലാസിൻ്റെ അകത്ത് വേണമെങ്കിൽ മാക്സിമം 4 പേർക്ക് കഷ്ടിച്ച് കഴിക്കാം. അത്ര കിസ്മിസും കാഷ്യൂ നട്ട്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഒരു ഫൈനൽ ഇതുകൂടി നോക്കാനുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു കട്ടി കുറുക്കായിട്ട് ഇങ്ങനെ ഒരു അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കുറച്ചൊരു വാട്ടറി കണ്ടന്റാണ്. പക്ഷെ പായസത്തിന്റെ എല്ലാ ഫീലും ഉണ്ട്. മണമാണ് ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇരുന്നൊന്ന് കുറുകി വരട്ടെ. ആ ഒരു തണുത്ത് കുറച്ചൊന്ന് ചൂട് മാറി തണുക്കുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു കറക്റ്റ് ആ ഒരു കട്ടി കിട്ടും. അപ്പൊ അതുവരെ നമുക്കൊന്ന് ക്ഷമയോടെ കാത്തിരിക്കാം. വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ പായസം റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിപ്പം ചൂടൊക്കെ ഒന്ന് മാറി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കട്ടെ. ഇപ്പൊ കുറെ തവണയായി ടേസ്റ്റ് നോക്കാൻ തുടങ്ങിയിട്ട് അടിപൊളിയായിട്ടുള്ള ആ പായസത്തിന്റെ എന്നാ ടേസ്റ്റ് ചെയ്യുന്ന കാര്യം ഓർത്തോ നമ്മളൊരു സാധനം ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ മലയാളികൾ എന്താ ടേസ്റ്റ് ചെയ്യുക? നമ്മളെ കൈയുടെ ഇവിടെ വെച്ചിട്ട് നാക്കിന്റെ അറ്റം വെച്ചിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കുള്ള ഷെഫ്മാരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാല് ഉള്ളംകൈയിൽ വെച്ചിട്ട് നാക്കിന്റെ നടുക്ക്, അതായത് ആ മിഡിൽ പോർഷനിൽ എത്തുന്ന രീതിക്ക് വേണം ടച്ച് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോഴാണ് നമ്മൾ കറക്റ്റ് ആ ടേസ്റ്റ് ബഡ്സ് അവിടെ ഉള്ള ടേസ്റ്റ് ബഡ്സിന് നല്ലൊരു ടേസ്റ്റ് അറിയാൻ പറ്റിയെന്നൊക്കെ പറയുന്നത്.
അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. ഇനി നമുക്കിത് നല്ലൊരു നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സെർവിങ് ബൗളിലേക്ക് നമ്മുടെ പായസം മാറ്റി കറക്റ്റ് ഈ ബൗളിൻ്റെ അകത്ത് തികയാനുള്ളത് ഉള്ളത്. ഇപ്പം നമ്മൾ ആദ്യമേ പായസം ഉണ്ടാക്കുന്നതിന് മുന്നേ ആ വാട്ടർ എടുത്ത് കറക്റ്റ് 400 ml വാട്ടർ ഇതിനകത്ത് അതുപോലെ എടുത്ത് അപ്പം നമ്മളൊരു ബോട്ടിൽ വെച്ച് മെഷർ ചെയ്തെടുത്ത് അപ്പം കറക്റ്റ് 400 ml പായസം ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു കഷ്ടിച്ചൊരു 3-4 പേർക്ക് കഴിക്കാം. അപ്പം എന്തായാലും സാധനം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം നമുക്കിനി പോയിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ ഫൈനലി നമ്മുടെ പായസം റെഡിയായി. ഇനി ഇത് നമുക്ക് ചെറിയൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കാമൊന്നുമില്ല, ഓൾറെഡി ഞാൻ ടേസ്റ്റ് ഒക്കെ നോക്കിയാൽ. ബട്ട് നമ്മുടെ ഈ മുന്തിരിങ്ങ കാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കണം. അതുപോലെ കുറച്ച് നേരം ഞാൻ തണുക്കാനും വെച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് തണുത്തിട്ടുള്ള ഒരു ഫോമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പരിപ്പ് പ്രഥമൻ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. അടിപൊളി കേട്ടോ. ഞാൻ ശരിക്കും ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പം എൻ്റെ മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു, വെള്ളം പോലെ ആയിപ്പോ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര ലോ ആയിരിക്കും എന്നൊക്കെ ഓർത്തു. പക്ഷെ ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. ആ ഒരു അതെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടത് എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ ഈ കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ച് കൂടുതലാണ്, ഇത്രയും വേണ്ട. എന്നാലും അതും കൂടി വന്നതിനും അടിപൊളി പെർഫെക്റ്റ് സാധനമായിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇനി പായസമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം മേടിച്ചാൽ കാര്യം എത്ര ഈസി ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പം എനിക്ക് കൂടുതൽ കഥ പറയാൻ സമയമില്ല. അത് നമ്മൾ ആ സദ്യയൊക്കെ പോകുമ്പോൾ പരിപ്പ് പായസം ഇല്ലാത്ത അതേ സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഇത് ഇവരെ എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുള്ള കാര്യം നോ ഐഡിയ. അപ്പം എൻ്റെ വീഡിയോ എടുക്കാനും കുക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് ആൾക്കാർ എൻ്റെ പുറകെ നിൽപ്പുണ്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കൂടെ. അപ്പോൾ എല്ലാവരും പായസം കുടിക്കാൻ തിരക്കിലാണ്. ഇനി ഇതും കൂടി പറഞ്ഞു നിർത്തുകയാണ്. എൻ്റെ ക്യാമറാമാനും കൂടി പായസം കുടിക്കാൻ പറഞ്ഞു വിടാനായിട്ട്. അപ്പോൾ വിഷിംഗ് എവരിവൺ ഹാപ്പി ഓണം. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. നമസ്കാരം 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 നമസ്കാരം. Run it down, the sun is up. So run it down, get your money up. I put money down on all of us, on my people now, on what I love. എഴുതിയ വരി ചന്ദനം മണക്കില്ല, കരുത ക്ഷത്രിയനല്ല ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല. ഉഴുത്ത ചക്ക വീണപ്പ ചത്ത മുയല് കൊമ്പുകൾ എനിക്കില്ല. ഈ പിത്ത തടിയിൽ കത്തിക്കരലും പൊട്ടിക്കറിയില്ല. Now bring out the drums and the bitch, and my homies got me do it. That they say wouldn't work. Bring out the guns and the bitch, and the load up a clip. I'm gon' shoot up the place with a car. I see the buns that we wishing we end in the ditch, and the pain that see them hurt. I see the love that we give and the love that we give. And sure everything come up a circle. അടുപ്പ് കൊണ്ടവൻ നിറുത്ത തൊണ്ണുകൊണ്ടുണ്ടാക്കിയ കുടുക്ക് അതിൽ കിടന്ന് പടച്ചു മരിച്ചു കഴിഞ്ഞാലും മറക്ക് കഴുത്തറക്കാൻ കൈമുറിക്കാൻ എന്തുള്ളിന് കുടുംബല്ലി ഞാനോളം തട്ടുമ്പോൾ ആടിയില്ല നീ ഒഴുകി നടന്ന കുടുംബല്ലി. So run it down, the sun is up. To run it down, get your money up. I put money down on all of us, on my people now, on what I love. ഞാൻ എഴുതിയ വരി ചന്ദനം മണക്കില്ല, കരുത ക്ഷത്രിയനല്ല ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല. ഉഴുത്ത ചക്ക വീണപ്പ ചത്ത മുയല് കൊമ്പുകൾ എനിക്കില്ല. ഈ പിത്ത തടിയിൽ കത്തിക്കരലും പൊട്ടിക്കറിയില്ല. ഞാനിന്ന് മരിച്ചു 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 മണ്ണടിഞ്ഞവന ഹരിച്ചു
എന്നെ ഫോളോ ചെയ്യുന്ന 188 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗം ചെയ്തത്, നിങ്ങൾ ഓർക്കണം. What I love.